കാസർഗോഡ് അമ്പലത്തറ രേഷ്മ കൊലക്കേസിലെ പ്രതിപിടിയിൽ കരാറുകാരനായ ബിജു പൗലോസിലെ ക്രൈംബ്രാഞ്ചാണ് പിടികൂടിയത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, എന്തെല്ലാമാണ് വിവരങ്ങൾ? 15 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ പ്രതി പിടിയിലാകുന്നത്. ഏറെ വിവാദമായ കേസാണ്. രാജപുരം എണ്ണപ്പാറയിലെ ആദിവാസി യുവതിയായിരുന്ന പെൺകുട്ടിയായിരുന്ന രേഷ്മയുടെ തിരോധാനം. ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരുന്നത്. 2010 ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം. ഈ കാഞ്ഞങ്ങാട് TTC പഠിക്കുകയായിരുന്ന ഈ പെൺകുട്ടി 2010 ജൂൺ 5 കാണാതാവുകയായിരുന്നു. പിന്നീട് ഇവർക്ക് വേണ്ടി വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഒരു വർഷത്തിനു ശേഷം പിതാവ് അമ്പലത്തറ പോലീസിൽ പരാതി നൽകുന്നു. പിന്നീട് ഈ ഒരു കരാറുകാരനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിക്കുകയായിരുന്നു. ഇവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മനസ്സിലായത്. ആ ഘട്ടങ്ങളിൽ ഒന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. അതിനുശേഷം ഈ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ രേഷ്മയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ച് CBIക്ക് കേസ് വിടണമെന്നായിരുന്നു ഇവർ പ്രധാനമായും ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചു. ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കേസിന്റെ ചുരുളഴിയുന്ന ഈ ബിജു പൗലോസ്, അതായത് അന്ന് ഇത്തരത്തിൽ ആരോപണം ഉയർന്ന ബിജു പൗലോസിനെ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ കൊന്ന് പുഴയിൽ തള്ളിയതായാണ് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ കേസിന്റെ നാൾവഴികൾ നടക്കുന്ന കാലങ്ങളിൽ, അതായത് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം സമ്പാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടിരുന്ന ഒരു പ്രതിയാണ് അതിവിദഗ്ധമായി ക്രൈംബ്രാഞ്ചിന്റെ നീക്കത്തിലൂടെ ഇപ്പോൾ പിടികൂടാനായിരിക്കുന്നത്. എന്തായാലും കേസിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചും അന്വേഷണത്തെക്കുറിച്ചും മറ്റും വിശദമായ വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് ഇപ്പോൾ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് DIG അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഒന്ന് പുഴയിൽ എറിഞ്ഞു എന്നും ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, DNA അടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചതെന്നും ഈ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണ്, ഏത് പുഴയിലാണ് തള്ളിയതെന്നോ ഈ പ്രത്യേകത്തിന്റെ ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇനിയും അവ്യക്തമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഇന്ന് 1 മണിയോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം വിളിച്ച് ഈ കൊലപാതകം എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ശരി, ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ കാസർഗോഡ് അമ്പലത്തറ രേഷ്മ കൊലക്കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.